ഇപ്പൊ പറഞ്ഞു ഇതേപോലെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ജീവിതമാണെന്നൊക്കെ. സത്യം പറഞ്ഞപ്പോ ഉണ്ണിക്കണ്ണൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, വലിയവൻ ചെറിയവൻ ഇല്ലെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതും. അപ്പോൾ ഉണ്ണിക്കണ്ണനും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എല്ലാവരെയും പോലെ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പല പ്രാവശ്യം ശ്രമിച്ചു, എല്ലാ മേഖലയിലും. വിജയണ്ണം പറഞ്ഞിട്ടുണ്ട്, നൻപ നൻപീസ് ഈസിയായി ജയിക്കുന്നത് വെട്ടറിയല്ല, ഇത് ജയിക്കാൻ മുടിയത്തെ മുറിച്ചു കൊടുത്തത് വെട്ടറിന്ന്. അതേപോലെ ഓരോരാളും പറഞ്ഞിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വിനീത് ശ്രീനിവാസേട്ടൻ, നമ്മൾ പണിയെടുത്ത് എന്തെങ്കിലും പഠിച്ച റിസൾട്ട് തരും, അത് തരുമെന്ന് പറഞ്ഞ. അതേപോലെ നമ്മൾ ഇന്നാള് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ 12 മണിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ മക്കളോ എൻ്റെ ഏട്ടനോ എൻ്റെ അളിയന്മാരെല്ലാം സിനിമ എടുക്കണേ. വീട്ടിൽ കിടന്ന് സിനിമ എടുക്കണം. അവരിനെ കണ്ടിട്ട് അവർ രാജുവേട്ടനോട് ഫോട്ടോ എടുത്ത്, രജനി സാറിൻ്റെ കൂടെ, ലാലേട്ടൻ, മമ്മൂക്ക, അവരിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അസുഖപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അതിനുവേണ്ടി പണിയെടുക്കുക, ഇറങ്ങിയിട്ട് ചെന്നൈയിൽ പോകേണ്ടവരും ചിലപ്പോൾ അജിത് സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന നടക്കാത്ത ഒന്നുമില്ല. നേർവഴി കൂടെ, കുറുക്ക് വഴി കൂടെ പോകരുത്. ആദ്യം തന്നെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ വനിതാ വിനീത അവിടെ വെച്ചിട്ടാണല്ലോ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ വിജയ് ഫാൻ രീതിയിൽ ആ ഒരു ഇത് തൂക്കി നടന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, അങ്ങനെ പിന്നെ കിംബോയി, അങ്ങനെ കുറേ പേര് വന്നത്. അപ്പോൾ അവരെ പോലെ തന്നെ ഉണ്ണിക്കണ്ണൻ ചേട്ടനെയും ഇതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരു പോയിന്റ് വരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അത് പോസിറ്റീവായത്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മയുണ്ട്. അപ്പം ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ ഉണ്ണിക്കണ്ണൻ മംഗളഡാം പറഞ്ഞാൽ മംഗല ഡാമിൽ വന്ന് അന്വേഷിക്കണം, അന്നും പറയണം പറയണം. ടീച്ചർമാർ, ബാങ്കിലുള്ളവർ, അടുത്തുള്ളവർ, ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും പൈസ പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എന്ന് പറയാൻ അവർക്കറിയാം ഈ ഉണ്ണിക്കണ്ണൻ വെറും ഒരു പാവമാണെന്ന്. ആരിനെ ഉപദ്രവിക്കാത്ത, പറ്റിക്കാത്ത, കിട്ടുന്ന പൈസയിൽ നമ്മളെ കൊണ്ട് ആകണം ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും അറിയണത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും പെങ്ങന്മാർക്ക് അറിയാം ഇവനൊരു പാവമാണ്, ആരിനും ഉപദ്രവിക്കാൻ പോകില്ല, വഞ്ചിക്കാനും പറ്റിക്കാനും പോകില്ല. അവർക്കറിയാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മൾ വേറെ എന്താണ് മോശപ്രവൃത്തികളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഈ ഒരു അപ്പിയറൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയണ്ണനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തടിയും മുടിയൊക്കെ ട്രിം ചെയ്ത് എല്ലാം ശരിയാക്കും. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും? ഫോട്ടോ വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ആരും വിശ്വസിക്കാൻ നമിത അനിത്യക്കുട്ടി പറഞ്ഞു, നമ്മുടെ വിനീഷേട്ടൻ പറഞ്ഞു, മൊത്തം ഫോട്ടോ വരട്ടെ. ഫോട്ടോ വരുന്നതിന് മുമ്പ് എന്തിനായിരിക്കും ആദ്യം ആ എഡിറ്റഡ് ഫോട്ടോ ഇട്ടത്? അത് ഒന്നുമില്ലല്ലോ, ഫോട്ടോ ഗോളില്ലാത്ത ഒരു പോസ്റ്റ്, ചുമ്മാ ഒരു ഗോൾ അടിച്ച് വെറുതെ ഇട്ടാണ്. അതന്നെ ഫോട്ടോ വരും. ഒരു മഴക്കാർ നീങ്ങി, ഒരു സൂര്യൻ കയ്യിൽ കിട്ടിയോ? കയ്യിൽ കിട്ടിയിട്ടില്ല, തരില്ലല്ലോ ആ കോസ്റ്റ്യൂം. അപ്പൊ ഒരു മഴക്കാർ മാറി ഒരു സൂര്യൻ ഒരു ഇരുട്ടിക്ക് പോയാൽ ആ വെളിച്ചം വരും. ഇൻ കേസ് ആ ഫോട്ടോ അവർ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തരും. തന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ചന്തുവിനെ വിളിച്ചിട്ടുണ്ട്, സലീമേട്ടൻ. ചന്തുവിനെ വിളിച്ചു, എങ്ങനെ സംശയം മെസ്സേജ് അയച്ചപ്പം എന്തായി. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞു, എന്തിനാ ഉണ്ണി സങ്കടപ്പെടുന്നത്, ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇന്നാളെ ഞാൻ വിളിച്ചിട്ട് ചന്തുവിനെ വിളിച്ച് പുതിയ പടം ഒന്നും ചെയ്യാൻ പറയണം. അപ്പോൾ ചന്തു സപ്പോർട്ടാണ്. ചന്തു മാത്രമല്ല, രമേശ് ചേട്ടനാണെങ്കിലും, ബിവിൻ ജോർജ് ചേട്ടനാണെങ്കിലും, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനാണെങ്കിലും, രമേശ് ചേട്ടനാണെങ്കിലും, വിനയ് പോർട്ടേറ്റ്, അങ്ങനെ നിരവധി എല്ലാവരും ഡയറക്ടർമാരാണ് ആരാണെങ്കിലും വിളിക്കുമ്പോൾ എന്താ ഉണ്ണി പറയും എന്നാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇൻ കേസ് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു വിഷമം അത്രയും വലിയ വിഷമത്തിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്? ഒരിക്കലും മിസ്സാകില്ല. അത്ര കോൺഫിഡൻസ് എന്താ? എന്തുകൊണ്ടാ? റീസൺ പറഞ്ഞാൽ നമ്മൾ ഉള്ളിനുള്ളിൽ വേണമെന്ന് ജയറാമേട്ടൻ പറഞ്ഞിട്ട് സിൻസിയറായി പണിയെടുത്തുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ദൈവം തരും. വിനീതേട്ടൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവർ തരും. അത് മിസ്സാകില്ല. ഇപ്പം ഞാൻ കുറച്ച് വിജയനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 8 ക്വസ്റ്റ്യൻസ്. അത് ചേട്ടന് പറയാൻ പറ്റും? നമുക്ക് ശ്രമിക്കാം. എല്ലാം കൂടെ കുറേ വരുന്ന സിമ്പിൾ. ഇപ്പം ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും, ഈ ലോകത്തില് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വിജയനെ ആയിരിക്കും. നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ കിട്ടില്ല, ഒക്കെ ഓർത്ത് വെച്ച് കിട്ടില്ല. അപ്പൊ അത് ഉള്ളതുപോലെ പറയാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിജയുടെ ഫുൾ നെയിം, യഥാർത്ഥ പേര്? ജോസഫ് വിജയ്.
ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ഓക്കെ, അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്. അത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇംഗ്ലീഷ് മറ്റേ ജൂൺ 22 ബർത്ത്ഡേ. ജൂൺ 22 ഏത് വർഷമാണെന്നറിയോ? അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. 1974. ഓക്കെ. പാർട്ടി? ടിവിക്കയുടെ മുഴുവൻ പേര് അറിയോ? തമിഴക വെട്രിക്കഴകം. ഓക്കെ, അടുത്ത മക്കളുടെ പേര്. മക്കളുടെ പേര് ഒന്ന് സഞ്ജയ് വിജയ്, പിന്നെ മോളുടെ പേര് ജെയ്സൺ സഞ്ജയും, മോളുടെ പേര് ദിവ്യ സാഷ. ഓക്കെ. വിജയുടെ ഫസ്റ്റ് മൂവി? വിജയകാന്ത് സാറിന്റെ കൂടെയുള്ള ഒരു പടം. ആ പടത്തിന്റെ പേരെന്തോ, സോറി, പടത്തിന്റെ പേര്. വിജയ് ഇത്ര വലിയ വിജയ് ഫാൻസ് ഫസ്റ്റ് പടം മറന്നുപോയി. പടത്തിന്റെ ഒരു എന്നാളെന്തോ പറഞ്ഞു, അത് സിന്ദൂര പാണ്ഡ്യൻ. അതാണ് നാലയ്യ തീർപ്പ്. ഓക്കെ. അടുത്ത ടോട്ടൽ എത്ര മൂവീസ് മെയിൻ ലീഡ് റോളിൽ ചെയ്തിട്ടുണ്ട്? മൊത്തം 69-70 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, കൂടെ ജനനായകം കൂട്ടിയിട്ട്. 68 മൂവീസ് എന്നാണ് നമ്മളിങ്ങനെ കണ്ടത്. ഓക്കെ, അടുത്തത് ഗില്ലി സിനിമയിലെ വിജയുടെ ക്യാരക്ടറിന്റെ പേര്? പറഞ്ഞു. വേലു. വിജയുടെ ഒരു മൂവിയുടെ പ്രതിഫലം എത്രയായിരിക്കും? ഒരു ഗസ്, വൈഡ് ഗസ്. ഒരിക്കലും യൂട്യൂബോ ഇത് പറയുന്ന അല്ല, അത് അറിയില്ല. പലവരും പലതും പറയണം, നമുക്ക് ഒരാളുടെയും പ്രതിഫലം എന്താണെന്ന് അറിയില്ല. ചേട്ടൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വിജയ് മൂവി ഏതായിരിക്കും? ഒരുവിധമുള്ള എല്ലാം കണ്ടിട്ടുണ്ട്. ഒരു 10 സിനിമയുടെ ക്യാരക്ടർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് 10 സിനിമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല്? പോക്കരി, പിന്നെ മിർസൽ തെറി, പിന്നെ തുള്ളതമനം തുള്ളും, ജനനായകൻ, പിന്നെ ഗോട്ട്, മാസ്റ്റർ, തിരുപ്പതി, സർക്കാർ. ഓക്കെ, മതി. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു മൂവി ഏതായിരിക്കും? അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട്, പോക്കരിയൊക്കെ. ഏതൊരു സിനിമ കണ്ടപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആരാധന തോന്നിയത് ഏതൊരു സിനിമ കണ്ടപ്പോഴാണ്? എല്ലാം കാണും. തിരുപ്പാച്ചിയാണെങ്കിൽ തിരുപ്പതിയാണെങ്കിൽ എല്ലാം ഒരു വെറൈറ്റി ഓരോതാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ല, ഇത്രയും ഒരു നമുക്ക് എല്ലാവർക്കും ആർട്ടിസ്റ്റുകളോടൊരു സ്നേഹം തോന്നും, അതവരുടെ സിനിമയോട് മാത്രമായിരിക്കും. പക്ഷെ ഇത്രയും ഇവിടുന്ന് നടന്ന് അവിടെ വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ ഇത്രയും ഒരു ആരാധന തോന്നാനായിട്ടുള്ള നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അതിനു മുമ്പ് വരെ? അപ്പോ കണ്ടിട്ടുണ്ട്. അതല്ല, ഒരു പേഴ്സണൽ ഒരു കോണ്ടാക്റ്റോ അങ്ങനൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വെറും മൂവീസ് കണ്ടുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത്ര ഒരു ആരാധന വന്നത്? ആളുടെ പെരുമാറ്റം, ഓരോ പരിപാടി, ഓരോ സ്റ്റേജിലുള്ള പരിപാടി, ഫസ്റ്റ് പടം വിജയകാന്ത് സാറിൻ്റെ ഒക്കെ ആ പടത്തിലുള്ള ആ ഡയലോഗ് ഒന്നുമല്ലാതെ എന്താ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഈ നിലവരെത്തിയതും ഓരോ അന്ന ഡയലോഗുകൾ, ഓരോ സ്റ്റേജിൽ ഓരോ മോട്ടിവേഷൻ, അതൊക്കെ കണ്ടിട്ടാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഞാൻ ലിയോയ്ക്ക് ഓഡീഷന് പോയി, വിഗിലിന് പോയി, അതൊന്നും നടന്നില്ല. അപ്പോൾ ശ്രമങ്ങൾ നടത്തുക ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കണം പണ്ട് തൊട്ട് ആഗ്രഹം കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വിഗിലിന് പോയി നടന്നില്ല, ലിയോയ്ക്ക് പോയി. നേരിട്ട് പോയി കണ്ട സമയത്ത് ഇത്രയും ഒരു ആരാധകൻ അവിടെ ചെന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ സിനിമയിൽ ചാൻസ് ചോദിച്ചിരുന്നോ? ചോദിച്ചപ്പോൾ വേറെ വല്ലവരാണെങ്കിൽ ഇത് എനിക്കറിയില്ല, ഡയറക്ടറാണ് പറയും. എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ടറെ സംസാരിക്കുക പറഞ്ഞു. ഡയറക്ടറിനെ കൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. സംസാരിച്ചോ? അവര് സംസാരിച്ചിട്ടുണ്ട്. ആ പടത്തിൽ ഒന്നുമില്ല. പ്രൊഡ്യൂസർ സാർ പറഞ്ഞത് ഒരു വേറൊരു പടമാണ്, ഇതിലൊന്നുമില്ല പറഞ്ഞു. ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വേഷം തന്നെ. ഒരു സിനിമ അഭിനയിക്കുന്ന ഒരു കലാകാരിയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള നൊമ്പരങ്ങൾ, കഷ്ടം വിജയണ്ണനെ അറിയാം. കുറേ കമന്റ്സ് ഇതുപോലെ കാണാറുണ്ടായിരുന്നു. വിജയണ്ണനോടുള്ള ഒരു സ്നേഹം അതൊരു മാർക്കറ്റിംഗ് ആക്കി ഉണ്ണിക്കണ്ണൻ മാറ്റുന്നുണ്ടെന്നുള്ളത്. ശരിക്കും അങ്ങനെയൊക്കെ ഇത്രയും ഒരു സ്നേഹം അങ്ങനെ എന്താ പറയുക മാറ്റി ഇങ്ങനെ ആളുകൾ വേറെ രീതിയിൽ പറയുമ്പോൾ വിഷമം വരാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, ഒന്നുമില്ലാത്ത തമിഴ് പടം പോയി മരിക്കാൻ വരെ വിചാരിച്ച ഉണ്ണിക്കണ്ണനെ ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രമല്ല എൻ്റെ തലയിൽ എഴുതി വെച്ച് നിയോഗമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. വീട്ടിലെല്ലാവരും ഇതുപോലെ വിജയ് ഫാൻ ആണോ? അവരെല്ലാ പടവും കാണും, എല്ലാവരും ഇഷ്ടമാണ്. നമുക്കും അതേപോലെ എല്ലാവരും ഇഷ്ടമാണ്, ഒരു വേർതിരിവില്ല. എല്ലാ നടന്മാരും ഒരുപോലെയാണ്. പിന്നെന്താ ഇപ്പൊ വിജയന്റെ മാത്രം ഈ പറയുന്ന പോലെ ഉടുപ്പുകളിനകത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രിന്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്? എന്നെ ജീവിതം മാറ്റിമറിച്ചത് വിജയണ്ണനാണ്. എങ്ങനെയാ ജീവിതം?
ഞാൻ ഇങ്ങനെ പോയി ദൈവം തലയിൽ എഴുതി വെച്ചത് ഒന്നുമില്ലാത്ത ഉണ്ണിക്കണ്ണൻ ഇപ്പം 4 ആൾ അറിഞ്ഞു, ഇതൊക്കെ വിജയണ്ണനാണ്. അതുകൊണ്ട് മാത്രം ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ഇവരെയൊക്കെ വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ ചേട്ടനെ താരതമ്യം ചെയ്യരുതെന്ന് ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അങ്ങനത്തെ കമന്റ്സ് കാണാറുണ്ടോ? ഞാൻ പരമാവധി കമന്റ്സ് നോക്കാറില്ല. എല്ലാവർക്കും അവരവരിനൊരു ഇഷ്ടങ്ങളുണ്ട്. അവരവരുടെ ഇഷ്ടങ്ങൾ അവരവർ ചെയ്യട്ടെ. ഈ ജീവിതം ഒന്നുള്ളൂ. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്. അവരവരെ ആഗ്രഹങ്ങൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ആഗ്രഹത്തിന്റെ പുറകെ നോക്കണു, അനിയത്തിക്കുട്ടിൻ്റെ ആഗ്രഹം നോക്കണു, ക്യാമറമാൻ ചേട്ടൻ ക്യാമറമാൻ്റെ ആഗ്രഹം. അങ്ങനെ ഓരോ ആളുകളും അവരവരുടെ ആഗ്രഹങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താ നെക്സ്റ്റ് ഒരു ആഗ്രഹം എന്താ ലൈഫില്? ഇനി നെക്സ്റ്റ് ഒരു ആഗ്രഹം നിറയെ പടങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് ആഗ്രഹം. ഇതുപോലെ വേറൊരു നടനെ കാണാനായിട്ട് ഇനി ഇതുപോലെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം പറഞ്ഞാൽ കുറേ ആളുകളുടെ ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ ദൈവം ഇനി ഓരോന്നോരോന്ന് തരും. അവിടെ എത്തിപ്പെടാം. ഇപ്പം 3 പടങ്ങൾ ചെയ്തു. വിജയണ്ണൻ തോളിൽ കയറ്റപ്പം 3 പടം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോണു ഇന്നസെന്റ് മൂവി, അൽത്താഫ് ഖാന്റെ, പിന്നെ ലുക്കൂഖന്റെ അതിഭീകര കാമുകൻ, വേറൊരു പടം ബിഗ് ബഡ്ജറ്റ് പടം സർപ്രൈസ് ആണ്. അങ്ങനെ 3 പടം. ഇത് തെക്കനിയിലുണ്ട് പറഞ്ഞു.